നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ശ്രീകൃഷ്ണൻ ഭഗവദ്ദൂതുമായിട്ട് ഹസ്തിനാപുരത്തെത്തിയിട്ട് ആ ദൂതുകൊണ്ട് നടക്കേണ്ടതായ കാര്യം യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് നടക്കേണ്ടത്. അത് നേടാതെ തിരിച്ചു പോകുന്ന ആ സന്ദർഭം വരെ യുദ്ധം ചെയ്യാനായിട്ട് കുന്തി അനുവദിച്ചിട്ടില്ല. ഇവരെ ആരെയും തല്ലാനോ ആരെയും ഉപദ്രവിക്കാനോ അനുവദിച്ചിട്ടേയില്ല. അവരെയെല്ലാം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഹിഡിംബവനത്തിൽ വെച്ച് ഭീമസേനനോട് കുന്തി പറഞ്ഞ വാക്യം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അതായത് സഹോദരങ്ങൾ എല്ലാവരും കിടന്നുറങ്ങുന്നു, അമ്മയും കിടന്നുറങ്ങുന്നു, കാവലായിട്ട് ഭീമൻ ഇരിക്കുന്നു. ഭീമൻ ആലോചിച്ചു, എൻ്റെ അമ്മ മഹാറാണിയാണ്, കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളുടെ നടുവിൽ കഴിയേണ്ടവളാണ്. എൻ്റെ ജ്യേഷ്ഠനും അനുജന്മാരും സകല സുഖങ്ങളുടെയും നടുവിൽ കഴിയേണ്ടവരാണ്. അവരിതാ അനാഥരെ പോലെ കാട്ടിൽ മരച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നു, കല്ലിലും മുള്ളിലും. ഈ ജ്യേഷ്ഠൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഒന്നൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ 100 എണ്ണത്തിനെയും സംഹരിച്ച് ഈ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചേനെ. ഭീമസേനൻ അവിടെ ഇരുന്ന് മുറുമുറുക്കുകയായിരുന്നു. കുന്തി അത് കേട്ടു. ഉറങ്ങിക്കിടക്കുന്ന കുന്തി ഭീമസേനൻ മുറുമുറുത്ത് തുടങ്ങിയപ്പോഴേക്കും അത് കേട്ടു. കുന്തി ഭീമസേനനെ മാറ്റി നിർത്തിയിട്ട് ഭീമനോട് പറഞ്ഞു, ഭീമ, പാണ്ഡു നിനക്ക് എത്ര കണ്ട് ബഹുമാന്യനാണോ അതേപോലെ ബഹുമാന്യനാണ് യുധിഷ്ഠിരൻ എന്ന് നീ അറിഞ്ഞുകൊള്ളണം. പാണ്ഡുവിനെ എത്ര ആദരവോട് കൂടിയിട്ട് പാണ്ഡുവിൻ്റെ വാക്കുകളെ നീ ഓർക്കുമോ, പാണ്ഡുവിൻ്റെ വാക്കുകളെ നീ അനുസരിക്കുമോ, അതേ രീതിയിൽ യുധിഷ്ഠിരൻ്റെ വാക്കുകളെ നീ അനുസരിച്ചു കൊള്ളണം. എൻ്റെ ആജ്ഞയാണിത്. നിന്റെ മറുപടി എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർത്തി കുന്തി. അങ്ങനെ യുധിഷ്ഠിരൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചിരിക്കണം എന്നുള്ള കുന്തിയുടെ ആജ്ഞ അവസാന നിമിഷം വരെയും ഭീമൻ പരിപാലിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അന്ന് പാഞ്ചാലി അവമതിക്കപ്പെട്ട അവസരത്തിൽ ഭീമൻ എല്ലാം തകർത്ത് കളഞ്ഞേന്. ഭീമൻ ഒരാൾ മതി സർവവും തകർക്കാൻ. പക്ഷേ അത് ചെയ്യാത്തത് അമ്മയുടെ ഈ ആജ്ഞയാണ്. യുധിഷ്ഠിരൻ അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യുധിഷ്ഠിരനാകട്ടെ അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യുകയുമില്ല. അങ്ങനെ ആ ഭഗവദ്ദൂത് കഴിയുന്നതുവരെ കുന്തി അനുവദിച്ചിട്ടില്ല അവരെ ആരെയും. കാരണം ധർമ്മമാണ് കുന്തിക്ക് മുഖ്യം. പക്ഷേ എല്ലാ മാർഗങ്ങളും അടഞ്ഞു. പാണ്ഡുവിൻ്റെ മക്കൾ ഇതാ കാനനത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മുഹൂർത്തമെത്തുന്നു. വളരെയേറെ ഉന്നത പദവിയിലിരുന്നതായ കുരുവംശം പാണ്ഡുവിൻ്റെ മക്കളുടെ യുഗത്തിൽ എത്തിയപ്പോഴേക്കും ആകെ തകർന്നടിഞ്ഞു പോയി എന്ന അപഖ്യാതി ലോകത്തിൽ വരും. തൻ്റെ ഭർത്താവിൻ്റെ അഭിമാനത്തെ രക്ഷിക്കാനുള്ള ചുമതല തനിക്കുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ സന്താനങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ചുമതലയും തനിക്കുണ്ട്. കുന്തി ഓർത്തു. അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ വാക്കായിട്ട് നീ പോയി യുധിഷ്ഠിരനോട് പറ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞയക്കുന്നത്. കുന്തി ഇവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും വാദങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറയുകയാണ്. കുന്തി പറഞ്ഞു, ഏവമേ തൻ മഹാബാഹോ യഥാ വദസി പാണ്ഡവ. അല്ലയോ പാണ്ഡവ,
മഹാബാഹുവായ പാണ്ഡവ, മഹാബലശാലിയായ പാണ്ഡവ, പാണ്ഡവ എന്നാണ് അവിടെ വിളിക്കുന്നത്. പ്രാധാന്യം പാണ്ഡുവിനാണ്. പാണ്ഡുവിൻ്റെ മക്കൾ എന്നുള്ള നിലയിലാണ് അവരോട് താൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും എന്നുള്ള നിലയിലാണ് ധൃതരാഷ്ട്രനോടും ഗാന്ധാരിയോടുമൊപ്പം ഇപ്പോൾ കാട്ടിലേക്ക് പോകുന്നത്. എല്ലാം പാണ്ഡുവിനു വേണ്ടി. വിവാഹത്തിന് മുമ്പ് വരെ എല്ലാം അച്ഛനു വേണ്ടി. അച്ഛൻ്റെ അഭിമാനം, അച്ഛൻ്റെ വംശത്തിൻ്റെ, കുടുംബത്തിൻ്റെ അഭിമാനം. വിവാഹാനന്തരം സർവവും പാണ്ഡുവിനു വേണ്ടി. പാണ്ഡുവിൻ്റെ മക്കൾ പിച്ചക്കാരായി പോകരുത്. അത് ഒരിക്കലും തനിക്ക് സഹിക്കുക സാധ്യമല്ല. അത് പാണ്ഡുവിനോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അവർ ലോകപാലന്മാരെ പോലെ വീരന്മാരാണ്. ലോകപാലന്മാരെ പോലെ ധർമ്മബുദ്ധികളാണ്. ധർമ്മബുദ്ധികളായ അവരുടെ സംരക്ഷണ ലോകത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് മറ്റു മാർഗങ്ങളെല്ലാം, സമാധാനത്തിൻ്റെ മാർഗങ്ങളെല്ലാം അടഞ്ഞു പോയപ്പോൾ, ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശം പോലും കൗരവന്മാർ തിരസ്കരിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടാനും ചാടിപ്പുറപ്പെട്ടു. ഇനി എന്ത് മാർഗം? ഇനി യുദ്ധമേ ഉള്ളൂ മാർഗം. അതുകൊണ്ടാണ് കുന്തി അന്ന് അങ്ങനെ പറഞ്ഞത്. എന്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചു, ഞങ്ങളെ ഉത്സാഹിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് ഇത്ര ഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്യിച്ചു? അതാണല്ലോ യുധിഷ്ഠിരനും ഭീമനുമെല്ലാം അമ്മയോട് ചോദിച്ചത്. അമ്മ ഇതാ പറയുന്നു, അല്ലയോ കുഞ്ഞെ, അതൊക്കെ ശരിയാണ്. അവിടെ പാണ്ഡവ എന്ന് വിളിച്ചു. ആ വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട്. ആ നിലയിലാണ് അവരോട് കുന്തിക്കുള്ളതായ ബന്ധം. ആ നിലയിലാണ് അവരോട് കുന്തി നാളിതുവരെ ഓരോരോ സന്ദർഭത്തിലും വേണ്ടുന്നതായ ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളതും അവരെ നയിച്ചിട്ടുള്ളതും. അവരെല്ലാം പാണ്ഡവന്മാരാണ്. ആ വംശത്തിൻ്റെ, കുരുവംശത്തിൻ്റെ മാഹാത്മ്യം അവരിലൂടെ നിലനിൽക്കണം എന്ന് ആ അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. അത് താൻ പാണ്ഡുവിന് സമർപ്പിക്കേണ്ടതായ തൻ്റേതായ പത്നീധർമ്മമാണ്. അത് കുന്തിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഭാരത സ്ത്രീത്വത്തിൻ്റെ, ഭാരത മാതൃത്വത്തിൻ്റെ, ഭാരതത്തിൻ്റെ കുടുംബിനിത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ അത്ഭുതകരമായ മാതൃകയാണ് കുന്തി. കുന്തി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കൃതമുദ്ധർഷണം പൂർവം മയ. അല്ലയോ കുഞ്ഞുങ്ങളെ, അല്ലയോ പാണ്ഡവന്മാരെ, ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിച്ചു, യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. എന്തുകൊണ്ടാ? നിങ്ങളെല്ലാം സീതതാം നൃപാഹ, നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നതായ ക്ലേശകരമായ ജീവിതാനുഭവങ്ങളാൽ തളരുകയായിരുന്നു, തകരുകയായിരുന്നു. വളരെയേറെ കരുത്തന്മാരായ നിങ്ങൾ, ലോകം മുഴുവൻ ഭരിക്കുവാൻ ശേഷിയുള്ളവരായ നിങ്ങൾ ഒന്നുമില്ലാത്ത നിസ്സാരന്മാരെ പോലെയായി പോവുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ കരുത്തിനെ ഞാൻ ഉണർത്തിയത്. എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് വീണ്ടും പറയാണ്. ദ്യൂതാപഹൃതരാജ്യാനാം പതിതാനാം സുഖാദഭി ജ്ഞാതിഭി പരിഭൂതാനാം കൃതമുദ്ധർഷണം മയ. നിങ്ങളുടെ അവസ്ഥ അപ്പോൾ എന്തായിരുന്നു? ദ്യൂതത്താൽ, ചൂതുകളിയാൽ, കള്ളച്ചൂതാണ് ശകുനി കളിച്ചത്. അങ്ങനെ കള്ളച്ചൂതിനാൽ നിങ്ങളുടെ രാജ്യം അപഹരിക്കപ്പെട്ടു. അങ്ങനെ രാജപദവിയിൽ നിന്ന്, ചക്രവർത്തി എന്നുള്ള പദവിയിൽ നിന്ന് നിങ്ങൾ വീണു. ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുമ്പോഴേക്കും രാജസൂയജ്ഞം നടത്തി. രാജസൂയജ്ഞം ചെയ്യുന്നത് ചക്രവർത്തി പദം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൈവരിച്ചു യുധിഷ്ഠിരൻ. അങ്ങനെ സകല രാജാക്കന്മാരാലും ബഹുമാനിതനായിരിക്കുന്ന യുധിഷ്ഠിരൻ, ആ സ്ഥാനത്ത് വർത്തിക്കുന്ന യുധിഷ്ഠിരനും സഹോദരന്മാരും അവിടെ നിന്ന് നിസ്സാരന്മാരെ പോലെ താഴേക്ക് വീണു. സുഖം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പതിതാനാം സുഖാദവി, സുഖം പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. നാട്ടിൽ വസിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടു. ഈ നാട്ടിൽ
ഒരു കൊച്ചു കുടിലെങ്കിലും വസിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. അങ്ങനെ 12 വർഷം കാനനവാസം, കാട്ടിലേക്ക് തള്ളിയെറിയപ്പെട്ടു. ഇത് 2ാമത്തെ തവണയാണ് കാട്ടിലേക്ക് അയക്കപ്പെടുന്നത്. ആദ്യം യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ തന്നെ അങ്ങ് കാനനത്തിലേക്ക് തള്ളിയെറിയപ്പെട്ടു. അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അരക്കില്ലത്തിലിട്ട് ഭരണാവധത്തിൽ അതിനുവേണ്ടി പറഞ്ഞയച്ചു. അരക്കില്ലം ഉണ്ടാക്കി അതിൽ താമസിപ്പിച്ചു. അതിനകത്തിട്ട് ചുട്ടുകൊല്ലാൻ നോക്കി. പിന്നെ കാട്ടിലൂടെയുള്ളതായ യാത്ര, എത്ര കാലം, അതിനിടയ്ക്ക് എന്തെല്ലാം ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ. അവിടെ ഏതെല്ലാം രാക്ഷസന്മാരുമായിട്ടുള്ളതായ യുദ്ധം, ഹിഡുംബനോടുള്ളതായ യുദ്ധം, അതേപോലെ ബഗനോടുള്ളതായ യുദ്ധം, ഇങ്ങനെ വലിയ വലിയതായ പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ. അത് കഴിഞ്ഞ് വീണ്ടും കള്ളച്ചൂതൽ കാട്ടിലേക്ക്. ഇങ്ങനെ ഒരു കാലവും സുഖമില്ല എന്നുള്ളതായ അവസ്ഥ. 13ാമത് വർഷം അജ്ഞാതവാസം വിജയകരമായി നടത്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജ്യവും സമ്പത്തും കൊടുക്കാമെന്നായിരുന്നല്ലോ ആദ്യത്തെ ചൂതുകളി തുടങ്ങുമ്പോൾ ഉള്ളതായ വ്യവസ്ഥ. അനുദ്യൂതം നടന്നു. ആദ്യത്തെ ദ്യൂതം കഴിഞ്ഞ് പിന്നെ അനുദ്യൂതവും നടന്നു. ആ അനുദ്യൂതത്തിലെ വ്യവസ്ഥ ഏതായിരുന്നു? അങ്ങനെ 12 വർഷത്തെ കാനനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നു. വ്യവസ്ഥ പരിപാലിക്കപ്പെടണമല്ലോ, അത് പരിപാലിച്ചില്ല. പിന്നെ എന്തു വേണ്ടി വരും? ഒന്നുകിൽ അവർ ഏതെങ്കിലും നാട്ടിൽ, വിദൂര നാട്ടിൽ പോയി പിച്ചയെടുത്ത് കഴിയണം, അതല്ലെങ്കിൽ കാട്ടിൽ വസിക്കണം. അപ്പോഴും ജീവിതത്തിൽ സുഖമുണ്ടോ? ഇല്ല. അപമാനം മാത്രം. അങ്ങനെ പതിതാനാം സുഖാദപി, സുഖത്തിൽ നിന്നും വീണുപോയി എന്ന് മാത്രമല്ല, ആരാ നിങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? ബന്ധുജനങ്ങൾ. ജ്ഞാതിഭി പരിഭൂതാനാം, ജ്ഞാതികൾ, ബന്ധുക്കൾ, അവരാണ്, കൗരവന്മാർ, അവരാണ് നിങ്ങളെ ഈ അവസ്ഥയിൽ തോൽപ്പിച്ച് തകർത്ത് ഇല്ലായ്മ ചെയ്തത്. അങ്ങനെ ഇല്ലാതാകാനുള്ളവരല്ല പാണ്ഡുവിൻ്റെ മക്കൾ. പാണ്ഡുവിന് വലിയൊരു ചരിത്രമുണ്ട്. ദിഗ്വിജയം ചെയ്ത് ചക്രവർത്തി പദം നേടിയ, ധാർമ്മികൻ എന്നുള്ളതായ പ്രശസ്തി നേടിയ, ലോകത്തെ മുഴുവൻ സംരക്ഷിച്ച ഒരു വലിയ ചരിത്രത്തിൻ്റെ ഉടമയാണ് പാണ്ഡു. ആ പാണ്ഡുവിൻ്റെ മക്കൾ ഇങ്ങനെ നിസാരന്മാരായിട്ട്, ഉറുമ്പുകളെപ്പോലെ അല്ലെങ്കിൽ പുഴുക്കളെപ്പോലെ ദൂരേക്ക് എടുത്തെറിയപ്പെട്ടവരായിട്ട് നശിച്ചു പോകാൻ പാടില്ല. അവർക്ക് ലോകം മുഴുവൻ നേടിയെടുക്കുവാനുള്ളതായ കരുത്തുണ്ട്. ആ കരുത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ അവർ പ്രദർശിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് കൃതമുദ്ധർഷണം മയ, ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് യുദ്ധത്തിന് വേണ്ടിയിട്ട്. നിങ്ങളിൽ ഒളിഞ്ഞിരുന്നതായ ആ കരുത്തിനെ പ്രകാശിപ്പിക്കുവാൻ ഉള്ളതായ പ്രേരണ വിദുളാവാക്യത്തിലൂടെയും ആജ്ഞയിലൂടെയും നൽകിയത് എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗതകാല സംഭവങ്ങൾ, അത് ഉണ്ടാക്കിയതായ ആഘാതങ്ങൾ, മാനസികാഘാതങ്ങൾ, അതുകൊണ്ട് അതിന് പ്രതിക്രിയ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നതായ സാഹചര്യം എല്ലാം ഒരു വലിയ രാജ്യതന്ത്രജ്ഞൻ്റെ ആ ഒരു വലിയ ഉയർന്ന ഉദാത്തമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ടും ഈ ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ എന്ന നിലയിലും, ഒരു അമ്മ എന്നുള്ള നിലയിലും, ലോകമാതാവ് എന്നുള്ള ആ പവിത്രമായ പദവിയിൽ നിന്നുകൊണ്ടും കുന്തി തുടർന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇത് ആശ്രമവാസിക പർവം, മഹാഭാരതത്തിലെ അവസാന ഭാഗത്ത് വരുന്നതാണ് ആശ്രമവാസിക പർവം. ആ ആശ്രമവാസിക പർവത്തിലെ 15, 16, 17, 18 അധ്യായങ്ങളാണ്. നമുക്ക് അത് ഇനി തുടർന്നുള്ള കുന്തി വാക്യം നമുക്ക് ചർച്ച ചെയ്യാം. രാജധർമ്മവും അതേപോലെ തന്നെ രാജ്യഭരണം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇതിനകത്ത്
നമുക്ക് ഭംഗിയായിട്ട് കേൾക്കാനായി സാധിക്കും. അത്ര വിശദമായി ചർച്ച ചെയ്യുകയില്ല, കാരണം സമയത്തിന് പരിധിയുണ്ട്. എങ്കിലും ശ്രോതാക്കൾക്ക് ഈ ഗ്രന്ഥം നേരിട്ട് വായിച്ച് അതെല്ലാം വിചിന്തനം ചെയ്യുവാനുള്ള പ്രേരണ അവസരം ഇതൊരുക്കും. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഇവിടെ ദൈവീ സമ്പത്ത് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നതായ ദൈവീ സമ്പത്ത്, കൃഷ്ണൻ പറഞ്ഞ വാക്യത്തെയാണല്ലോ വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നത്. ആ ദൈവീ സമ്പത്തിനെ മഹാഭാരത കഥകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗീതയുടെ കഥാരൂപ ആവിഷ്കൃതിയാണല്ലോ മഹാഭാരതം. ദയാഭൂതേഷു അലോലുപ്തം, അങ്ങനെ ലോലുപത ഇല്ലായ്മ, ഭൗതിക സുഖങ്ങളിൽ കൊതിയില്ലായ്മ, സ്വാർത്ഥമോഹങ്ങൾ ഇല്ലായ്മ, ലോലുപതയുടെ അഭാവം. അതാണ് നാം ഇപ്പോൾ, ഈ ദൈവീ സമ്പത്താണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ യൂട്യൂബ് ചാനലിലും വരുന്നുണ്ട്. എല്ലാവരും അതിലും വരണം. തുടക്കം തൊട്ടുള്ളതെല്ലാം അതേപോലെ അതിനകത്ത് കിടപ്പുണ്ട്. അതിൽ വരികയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.